രജനീകാന്ത് ലോകേഷ് കനകരാജ് ചിത്രം കൂലി തിയേറ്ററിലെത്തിയിരിക്കുകയാണ്. ലോകേഷിന്റെ സിനിമാറ്റിക് യൂണിവേഴ്സിൽ ഉൾപ്പെടാത്ത ഒരു സ്റ്റാൻഡ് അലോൺ ചിത്രം. സൂപ്പർ സ്റ്റാർ രജനീകാന്ത് തന്റെ അഭിനയ ജീവിതത്തിൽ 50 വർഷം പിന്നിടുന്ന അവസരത്തിലാണ് ചിത്രം റിലീസ് ചെയ്തതെന്നതും ആരാധകരുടെ ആവേശം കൂട്ടുന്ന കാര്യമാണ്. എന്നാൽ കൂലി ആരാധകരെ ശരിക്കും ആവേശഭരിതരാക്കി. വിശാഖപട്ടണത്തിലെ ഒരു ഹാർബറിലെ സ്മഗ്ലിംഗ് നെറ്റ്വർക്കിനെ ചുറ്റിപ്പറ്റിയാണ് ചിത്രത്തിന്റെ കഥ ആരംഭിക്കുന്നത്. നാഗാർജുന അവതരിപ്പിച്ച സൈമൺ സേവിയർ എന്ന കഥാപാത്രം നടത്തുന്ന ഈ നെറ്റ്വർക്കിൽ സൈമണിന്റെ വലം കൈയാണ് സൗബിന്റെ ദയാൽ എന്ന കഥാപാത്രം. ചെന്നൈയിൽ ഒരു ബോർഡിംഗ് ഹൗസായി പ്രവർത്തിക്കുന്ന ഒരു മാൻഷൻ നടത്തിപ്പുകാരനായാണ് രജനീകാന്തിന്റെ ദേവയെ സിനിമയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ദേവയുടെ പഴയകാല സുഹൃത്തായി എത്തിയ സത്യരാജിന്റെ രാജശേഖരൻ എന്ന കഥാപാത്രത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ടാണ് രജനീകാന്ത് ഈ സ്മഗ്ലിംഗ് നെറ്റ്വർക്കിലേക്ക് എത്തിപ്പെടുന്നത്. രാജശേഖരനെ കൊന്നത് ആരാണെന്ന് അന്വേഷിച്ചുകൊണ്ടാണ് സൈമണിന്റെയും ദയാലിന്റെയും സ്മഗ്ലിംഗ് നെറ്റ്വർക്കിന്റെ ഭാഗമായി ദേവ മാറുന്നത്. രാജശേഖരന്റെ മകളായ ശ്രുതി ഹസന്റെ പ്രീതി എന്ന കഥാപാത്രവും ദേവയും ചേർന്ന് സൈമണിനും ദയാലിനും വേണ്ടി ജോലി ആരംഭിക്കും. കഥ മുന്നോട്ട് പോകുന്തോറും രജനീകാന്തിന് ഈ നെറ്റ്വർക്കുമായി വർഷങ്ങൾ പഴക്കമുള്ള ഒരു ബന്ധമുണ്ടെന്ന് പ്രേക്ഷകന് മനസ്സിലാകും. സിനിമ ആരംഭിക്കുന്നത് തന്നെ സൗബിന്റെ ദയാലിനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. പിന്നീട് അങ്ങോട്ട് സിനിമയിലുടനീളം സൗബിനുണ്ട് വില്ലന്റെ വലം കൈയായ ദയാൽ, ക്രൂരനായ സ്വാർത്ഥനായ ദയാൽ. മോണിക്ക സോങ്ങിൽ നമ്മൾ കണ്ട അതേ എനർജിയിൽ തന്നെയാണ് സൗബിൻ സിനിമയിലുടനീളം തന്റെ പ്രകടനം കാഴ്ചവെച്ചിരിക്കുന്നത്. കൂലി റിലീസിന് ശേഷം സൗബിൻ സംസാര വിഷയമാകുമെന്ന് ലോകേഷ് പറഞ്ഞത് ഒരു തരത്തിൽ ശരിയാണ്. കാരണം തുടക്കം മുതൽ ഒടുക്കം വരെ സൗബിൻ കൂലിയിലുണ്ട്. പക്ഷെ അപ്പോഴും ദയാലിന്റെ ബാക്ക് സ്റ്റോറിക്ക് ചില കണക്ഷൻ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറയാതിരിക്കാനാവില്ല. സിനിമയുടെ പേര് പോലെ തന്നെ ഇതൊരു കൂലിയുടെ കഥയാണ്. ദേവരാജ് എന്ന കൂലിയുടെ കഥ. തനിക്കൊപ്പം തൊഴിലെടുത്ത ആളുകളെ സംരക്ഷിച്ച് കൂടെ നിർത്തിയ സൂപ്പർ സ്റ്റാർ കൂലിയാണ് രജനീകാന്തിന്റെ ദേവരാജ്. ചെറുപ്പക്കാരനായ ദേവയെ ഡി-ഏജിങ്ങിലൂടെയാണ് സിനിമയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ആ ഫ്ലാഷ് ബാക്ക് സീനുകളെല്ലാം തന്നെ പ്രേക്ഷകർക്ക് വിന്റേജ് രജനീകാന്തിനെയാണ് സമ്മാനിക്കുന്നത്. ഫ്ലാഷ് ബാക്ക് പറയുന്ന ഒരു പോയിന്റിൽ പോലും പ്രേക്ഷകന് അത് ബോറായി തോന്നില്ല. അത്രയ്ക്ക് പെർഫെക്ഷനോടെയാണ് ഡി-ഏജിങ് പ്രോസസ് സിനിമയിൽ ലോകേഷ് ചെയ്തിരിക്കുന്നതെന്ന് പറയാം. ദേവയുടെ ബാക്ക് സ്റ്റോറി തന്നെയാണ് കൂലി എന്ന സിനിമയുടെ നട്ടെല്ലും. ഒരു സാധാരണ കൂലിയായിരുന്ന ദേവ എങ്ങനെയാണ് മുതലാളിമാരുടെ ചൂഷണങ്ങൾക്കെതിരെ ശബ്ദമുയർത്തുന്ന, കൂടെ പണിയെടുക്കുന്ന മറ്റു തൊഴിലാളികളെ സംരക്ഷിക്കുന്ന നേതാവായി മാറിയെന്ന് സിനിമ കാണിച്ചു തരുന്നുണ്ട്. മുൻപ് രജനീകാന്തിനെ ദീവാറിന്റെ ഹിന്ദി റീമേക്കായ തീയിലാണ് കൂലിയായി കണ്ടിട്ടുള്ളത്. അന്നത്തെ അതേ സ്വാഗ് തന്നെ ഡി-ഏജിങ്ങിലൂടെ കൊണ്ടുവരാൻ കൂലി എന്ന സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. രജനീകാന്തിന് പുറമെ ചിത്രത്തിൽ നാഗാർജുന, ഉപേന്ദ്ര, അമീർ ഖാൻ എന്നീ താരങ്ങളുമുണ്ട്. നാഗാർജുനയുടെ സൈമൺ എന്ന വില്ലൻ സ്റ്റൈലിഷ് ആണ്, പക്ഷേ പവർഫുൾ അല്ല. വില്ലന്മാരുടെ വില്ലനായി സിനിമയിലെത്തുന്ന അമീർ ഖാന്റെ ദാഹയും പ്രേക്ഷകന് നൽകുന്നത് നിരാശയാണ്. ഇൻട്രോ മുതൽ അവസാന സീൻ വരെ പരിശോധിക്കുമ്പോൾ അത്ര നേരം കാത്തിരുന്ന പ്രേക്ഷകരിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ അമീർ ഖാന് സാധിച്ചിട്ടില്ലെന്ന് പറയേണ്ടി വരും. ലോകേഷിന്റെ റോളക്സിനെ പോലെ ഇമ്പാക്ട് ഉണ്ടാക്കുന്ന വില്ലൻ വേഷമല്ല അമീർ ഖാന്റേത്. ഇത്രയും ഹൈപ്പോടെ വന്ന കഥാപാത്രം ഒരു ട്രോൾ മെറ്റീരിയലായി ചുരുങ്ങാനും സാധ്യതയുണ്ട്. ഉപേന്ദ്രയും സിനിമ അവസാനിക്കുന്നതിന് മുൻപാണ് സ്ക്രീനിലെത്തുന്നത്. രജനീകാന്തിന്റെ വലങ്കൈയായ ഉപേന്ദ്രയുടെ കഥാപാത്രം ഫൈറ്റ് സീനുകളിലും ഫ്ലാഷ് ബാക്ക് സീനുകളിലും തിളങ്ങുന്നുണ്ടെങ്കിലും വേണ്ടത്ര സ്ട്രെങ്ത് ലോകേഷിന് ആ കഥാപാത്രത്തിന് നൽകാനായിട്ടില്ല. സിനിമയിൽ 2 സ്ത്രീ കഥാപാത്രങ്ങളാണുള്ളത്. ശ്രുതി ഹസന്റെ പ്രീതി, രജിത രാമന്റെ കല്യാണി. 2 പേർക്കും കൃത്യമായ സ്ക്രീൻ സ്പേസും പ്രാധാന്യവും ലോകേഷ് നൽകിയിട്ടുണ്ട്. വിക്രമിലെ പോലെ തന്നെ അപ്രതീക്ഷിതമായ ഒരു സ്ത്രീ കഥാപാത്രത്തിന്റെ ഫൈറ്റ് സീക്വൻസും ചിത്രത്തിലുണ്ട്. സിനിമയിലെ പശ്ചാത്തല സംഗീതത്തിനും ഗാനങ്ങൾക്കും പ്രതീക്ഷിച്ച രീതിയിൽ ഒരു ഇമ്പാക്ട് പ്രേക്ഷകരിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. അനിരുദ്ധിന്റേതെന്ന് ഓർത്തിരിക്കാൻ പാകത്തിനുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറും സിനിമയിൽ ഇല്ലെന്ന് തന്നെ പറയാം. അതേസമയം സാധാരണക്കാരിൽ നിന്ന് ഉയർന്നു വന്ന ദേവരാജ് എന്ന കൂലി നേതാവിന്റെ കഥ വൃത്തിയായി തന്നെ ലോകേഷ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. തുടക്കം മുതൽ പതിയെ പതിയെ പ്രേക്ഷകരെ ദേവയുടെ ലോകത്തേക്ക് അടുപ്പിക്കുകയാണ് ലോകേഷ് ചെയ്യുന്നത്. രജനീകാന്തിന്റെ സ്വാഗും ആക്ഷനും തന്നെയാണ് സിനിമയെ പിടിച്ചു നിർത്തുന്നത്. എന്നാൽ സൂപ്പർ സ്റ്റാറിന് പറയത്തക്ക മാസ് ഡയലോഗുകളൊന്നും ലോകേഷ് സിനിമയിൽ നൽകിയിട്ടില്ല. പക്ഷേ ചില വൈകാരിക നിമിഷങ്ങളിലൂടെ രജനീകാന്തിനെ ലോകേഷ് കൊണ്ടുപോകുന്നുണ്ട്. അത് മനോഹരമായി തന്നെ രജനീകാന്ത് എന്ന നടൻ ചെയ്തു വെച്ചിട്ടുമുണ്ട്. സിനിമയിൽ സൂപ്പർ സ്റ്റാർ 50 വർഷം പിന്നിടുമ്പോൾ ഒന്നുറപ്പാണ്, അയാൾ ഇന്നും ആരാധകർക്ക് ഒരു വികാരമാണ്. ആ സ്വാഗും സ്റ്റൈലും സ്ലോ മോഷനുമെല്ലാം ഇന്നും ആരാധകർ കയ്യടികളോടെ സ്വീകരിക്കുന്നു. അതിനെ തീർച്ചയായും കൂലിയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ലോകേഷിന് സാധിച്ചിട്ടുണ്ട്.